Okay, now the next stage, that is what all changes takes place at the that is ഇഞ്ചുറിയുടെ മുകളിലോട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നതെന്നുള്ളതാണ് പറയുന്നത്. സി ഈ സെക്കൻഡ് ഫിഗർ ഓൺവേർഡ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദി ആക്സോൺ അറ്റ് ദി പ്രോക്സിമൽ പാർട്ട് ഇസ് റിസ്ട്രിക്റ്റഡ് അപ് ടു ദി ഫസ്റ്റ് നോഡ് ഓഫ് റാൻവിയർ ഫ്രം ദി സൈറ്റ് ഓഫ് ഇഞ്ചുറി. ഈ പൊസിഷൻ ചേഞ്ചസ് ഉണ്ടാവുന്നെന്ന് പറയുന്നത് ദ ഫസ്റ്റ് നോഡ് ഓഫ് റാൻവിയർ സൈറ്റ് ഓഫ് ഇഞ്ചുറി വരെയുള്ള ആ ഒരു പോയിന്റിലാണ് നമ്മൾ ഈ ചേഞ്ചസ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഈ സെൽ ബോഡി ദണ്ടേ ഈ മൂന്നാമത്തെ നെർവിൻ്റെ ഫിഗർ കാണിക്കുന്നത് ദ സെൽ സ്വെൽസ്, ദാറ്റ് ഇസ് നീര് വെച്ച് അങ്ങ് വീർക്കും. എന്നിട്ട് അതിൻ്റെ സെൽ ബോഡി സ്വെല്ല് ചെയ്ത് സോളനായിട്ട് ഈ ന്യൂക്ലിയസ് ചെറുതായിട്ട് ഡീഗ്രേഡ് ചെയ്യും. ഈ ഡീഗ്രേഡ് ചെയ്യുന്നതിനെയാണ് കീമോ ലൈസിസ് എന്ന് ക്രോമാറ്റോലൈസിസ് എന്ന് വിളിക്കുന്നത്. സി ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ദ സ്റ്റോമ അല്ലെങ്കിൽ ദ സെൽ സോളൻസ് അപ്പ് ആൻഡ് ദി ന്യൂക്ലിയസ് disintegrates, and this process of disintegration is called as chromatolysis. Now the next stage after degeneration, Valerian degeneration ശേഷം, that is 8 to 32 days വരെയാണ് മാക്സിമം Valerian degeneration നടക്കുന്നത് at the distal part and proximal പാർട്ടിലും ചേഞ്ചസ് നടക്കുന്നു. ഇതിനെല്ലാം ശേഷം ഒരു റീജനറേഷൻ പ്രോസസ്സ് ഉണ്ട്, വേർ ദ ഡാമേജ്ഡ് നെർവ് ഫൈബർ ഓൺ ഇറ്റ്സ് ഓൺ ഇറ്റ് സ്റ്റാർട്ട്സ് റിപ്പയറിങ്. സോ ഈ റീജനറേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഇനി നമുക്ക് പറയാം. ഇറ്റ് ഈസ് സീൻ ഓൺലി ഇൻ ദി പെരിഫറൽ nervous system and not in the central nervous system. That is, central nervous system is starting from your brain till your spinal level. So അത്രയും വരെയുള്ള nerves, once they are damaged, they do not have the capacity to regenerate. പക്ഷേ സ്പൈനൽ കോഡ് ലെവലിൽ നിന്ന് അതിൻ്റെ താഴോട്ട് പോകുന്ന nerves, they have the capacity to റീജനറേറ്റ്. സോ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ള നെർവ്സിന് റീജനറേഷനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. സോ ആ പൊസിഷനിലുള്ളവർക്ക് മാത്രമേ ഈ ഒരു സ്റ്റേജ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ദെൻ വാട്ട് ഹാപ്പൻസ്? ദ ന്യൂറോലിമ, ദാറ്റ് ഇസ് ദ ടൈറ്റ് കവറിങ് ഓഫ് ദി ആക്സോൺ which is required. The neurolima is present only in the peripheral nervous system and not in the central nervous system. So അതുകൊണ്ടാണ് ഈ റീജനറേഷൻ only peripheral nervous systemത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. The broken ends of the axon of the proximal side starts growing. See, the third figure ഇവർ കാണിക്കുന്നത് ഈ എവിടാണ് ഇഞ്ചുറി വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ദാറ്റ് സിവേർഡ് ആക്സോൺ ഇറ്റ് സ്റ്റാർട്ട് സ്പ്രൗട്ടിങ്. ദാറ്റ് ഇസ് ഒരു റൂട്ട് പോലെ ഇങ്ങനെ അത് സ്പ്രൗട്ട് ചെയ്യാനായിട്ട്, വേര് പോലെ അത് കിളുക്കാനായിട്ട് തുടങ്ങും. ആ ന്യൂറോലിമ കവറിങ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി അതിന് ഉള്ളത്. So the axon at the proximal side, it starts growing, and the growing end of the axon fits into the empty tube or the ghost tube of the broken axon. താഴോട്ട് വളർന്ന് see the നാലാമത്തെ ഫിഗർ നോക്കൂ. It sprouts and the axon regenerates into the peripheral nerve fiber into its ghost tube. The myelin sheath is secreted by the squamous cells around the newly formed axon. That is, ഈ ന്യൂലി ഫോംഡ് ആയിട്ടുള്ള ആക്സോണിൽ സ്വാമസ് സെൽസ് ഉണ്ട്. ആ സെൽസ് മൈലിൻ ഷീത്തിനെ ഉണ്ടാക്കും. ദിസ് എസ്റ്റാബ്ലിഷ് ദ ഫങ്ഷണൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ടു ബ്രോക്കൺ എൻഡ്സ് ഓഫ് ദി ആക്സോൺ. ഓക്കെ, എന്നിട്ട് ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ ഡിസ്റ്റലായിട്ടുള്ള സ്ക്വാമസ് സെൽസ് മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിട്ട് അതിനെ കവർ ചെയ്തിട്ട് അതിൻ്റെ ഈ കോണ്ടാക്റ്റും ഇതിൻ്റെ ഫങ്ഷനും റീഗെയിൻ
ചെയ്യാനായിട്ട് സഹായിക്കും. Now, the last stage is regeneration is only possible for a gap of up to 3 millimeters. If the gap is more than this, the growing end of axons bulges out and produces a surgical complication called as neuroma. Okay, that is 3 millimeter വരെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ റീഗ്രോത്ത് ഈ ഗോസ് ട്യൂബിൻ്റെ അകത്തോട്ട് കയറി ഈ സ്ക്വാമസ് സെൽസ് മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ആ നെർവിനെ തിരിച്ച് നോർമൽസിയിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഗ്യാപ്പ് അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ എവിടാണ് സിവേർഡ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കട്ട് വന്നിരിക്കുന്നത് അവിടെ ഒരു ബൾജ് ഫോം ചെയ്യുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തും. ഈ ഒരു ആക്സോൺ ബൾജസിനെ ഒരു സർജിക്കൽ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആൻഡ് സർജറി കാരണം മോർ ദാൻ 3 millimeter ഗ്യാപ്പ് ഒരു നെർവിന് ഇഞ്ചുറി വന്നിട്ട് ഈ ആക്സോൺ ബൾജസിനെയാണ് ന്യൂറോമ എന്നുള്ളൊരു സ്ഥിതിയിൽ നമ്മൾ പറയുന്നത്. സോ ദീസ് ആർ ദ സ്റ്റേജസ് ഓഫ് റീജനറേഷൻ.